ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവ തിരുനാമത്തിന് സ്തുതി. വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസ്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5. വായന. ദൈവത്തെ അനുകരിക്കുക. വത്സല മക്കളെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. 2. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. 3. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. 4. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം കൃതജ്ഞതാസ്തോത്രമാണ് ഉചിതം. 5. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. 6. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നു. 7. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. 8. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. 9. പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. 10. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. 11. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. 12. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. 13. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. 14. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. 15. അതിനാൽ നിങ്ങൾ അവിവേകികളെപ്പോലെയാകാതെ വിവേകികളെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. 16. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവിൻ. 17. ബോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമെന്ന് മനസ്സിലാക്കുവിൻ. 18. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാശക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. 19. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. 20. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. 21. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. അടുത്ത സബ് ഹെഡിങ് ഭാര്യ ഭർത്താക്കന്മാർ. 22. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. 23. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. 24. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. 25. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. 26. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി
27 ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. 28 അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. 29 ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. 30 എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. 31 ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. 32 ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. 33 ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഇനി അടുത്തതായി ഇതിലെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1. 5-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ എഫെസസുകാരെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഉത്തരം വത്സല മക്കൾ. 2 വത്സല മക്കളെ പോലെ ആരെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ദൈവത്തെ. 3 ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും എന്തിൽ ജീവിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം സ്നേഹത്തിൽ. 4 ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ആർക്കാണ് സമർപ്പിച്ചത്? ഉത്തരം ദൈവത്തിന്. 5 അവിടുന്ന് നമുക്ക് വേണ്ടി ഡാഷും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിനെ സമർപ്പിച്ചു. പൂരിപ്പിക്കുക. ഉത്തരം സുരഭില കാഴ്ചയും. 6 നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും ഡാഷ് പേര് പോലും കേൾക്കരുത്. പൂരിപ്പിക്കുക. ഉത്തരം അത്യാഗ്രഹത്തിൻ്റെയും. 7 നിങ്ങളുടെ ഇടയിൽ അതിൻ്റെ പേര് പോലും കേൾക്കരുത് എന്നതിൽ ആദ്യത്തെ കാര്യം ഏത്? ഉത്തരം വ്യഭിചാരത്തിൻ്റെ. 8 എല്ലാ ആരും യോഗ്യമായ രീതിയിൽ വർത്തിക്കുവാനാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം വിശുദ്ധർക്ക്. 9 മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ഡാഷും നമുക്ക് യോജിച്ചതല്ല. പൂരിപ്പിക്കുക. ഉത്തരം ചാപല്യവും. 10 നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ്ലീഹ പറയുന്ന 3 കാര്യങ്ങൾ ഏവ? 1 മ്ലേച്ഛത, 2 വ്യർത്ഥ ഭാഷണം, 3 ചാബല്യം. 11 നമുക്ക് ഉചിതമെന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്ത്? ഉത്തരം കൃതജ്ഞതാസ്തോത്രം. 12 ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം വ്യഭിചാരിക്കും, അശുദ്ധനും അത്യാഗ്രഹിക്കും. 13 ആരും എത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം അർത്ഥശൂന്യമായ. 14 അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ എന്താണ് നിബന്ധിക്കുന്നത്? ഉത്തരം ക്രോധം. 15 ആരുമായി നിങ്ങൾ സമ്പർക്കമരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം അനുസരണമില്ലാത്തവരുമായി. 16 ഒരിക്കൽ നിങ്ങൾ ഡാഷ് ഡാഷ് ആയിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം അന്ധകാരം. 17 ഇന്ന് നിങ്ങൾ കർത്താവിൽ ഡാഷ് ആയിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം പ്രകാശം. 18 ആരെ പോലെ വർത്തിക്കുവിനെന്നാണ് 9-ാം വാക്യപ്രകാരം വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്?
ഉത്തരം പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ. 19 പ്രകാശത്തിൻ്റെ ഫലം എത്ര കാര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു? ഉത്തരം 3 കാര്യങ്ങളിൽ. 20 പ്രകാശത്തിൻ്റെ ഫലം ഏതെല്ലാം കാര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു? ഉത്തരം നന്മയിലും നീതിയിലും സത്യത്തിലും. 21 എന്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത് എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം അന്ധകാരത്തിൻ്റെ. 21 ആർക്ക് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവാനാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം കർത്താവിനെ. 23 അവർ എപ്രകാരം ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് എഫേസുസ്കാർക്ക് എഴുതിയ ലേഖനം 12-ാം വാക്യത്തിലെ 5-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം രഹസ്യമായി. 24 പ്രകാശിതമായവയെല്ലാം ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം പ്രശോഭിക്കും. 25 ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം എന്താണ്? ഉത്തരം പ്രകാശം. 26 ഡാഷ് ഉണരുക. മരിച്ചവരിൽ നിന്ന് ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം ഉറങ്ങുന്നവനെ 2 എഴുന്നേൽക്കുക. 27 അതിനാൽ നിങ്ങൾ ഡാഷ് പോലെയാകാതെ ഡാഷ് പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. പൂരിപ്പിക്കുക. ഉത്തരം അവിവേകികൾ 2 വിവേകികൾ. 28 ഇപ്പോൾ എന്തിൻ്റെ ദിനങ്ങളാണെന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം തിന്മയുടെ. 29 നിങ്ങളുടെ ഡാഷ് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഉത്തരം സമയം. 30 നിങ്ങൾ ആരെ പോലെ യാകരുതെന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ 17-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം ഭോഷന്മാർ. 31 ഭോഷന്മാരാകാതെ ആരുടെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. ഉത്തരം കർത്താവിൻ്റെ. 32 നിങ്ങൾ ഡാഷ് ഉന്മത്തരാകരുത്. പൂരിപ്പിക്കുക. ഉത്തരം വീഞ്ഞു കുടിച്ച്. 33 വീഞ്ഞിൽ എന്തുണ്ടെന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം ദുരാസക്തി. 34 നിങ്ങൾ എന്തിനാൽ പൂരിതരാകുവിൻ എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം ആത്മാവിനാൽ. 35 19-ാം വാക്യപ്രകാരം എങ്ങനെ സംഭാഷണം ചെയ്യുവിൻ എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും. 36 പരസ്പരം സംഭാഷണം ചെയ്യുവിൻ എന്ന് പൗലോസ്ലിഹ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഏത്? ഉത്തരം സങ്കീർത്തനങ്ങളാ. ഇതുപോലെ തന്നെ രണ്ടാമത്തേതെന്ന് എന്ത്, മൂന്നാമത്തേതെന്ത് എന്നെല്ലാം ചോദിക്കാവുന്നതാണ്. 37 കർത്താവിനെ എങ്ങനെ പ്രകീർത്തിക്കുവാനാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം ഗാനാലാപങ്ങളാൽ. 38 ആരുടെ നാമത്തിലാണ് കൃതജ്ഞത അർപ്പിക്കേണ്ടത്? ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. 39 ആർക്കാണ് കൃതജ്ഞത അർപ്പിക്കേണ്ടത്? ഉത്തരം പിതാവായ ദൈവത്തിന്. 40 നിങ്ങൾ പരസ്പരം വിധേയരാകേണ്ടത് എന്തിനെ പ്രതി? ഉത്തരം ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. 41 ഭാര്യമാരെ നിങ്ങൾ ആർക്ക് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത്. ഉത്തരം കർത്താവിന് എന്ന പോലെ. 42 ശരീരമായ സഭയുടെ ശിരസ്സ് ആർ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം ക്രിസ്തു. 43 ഭർത്താവ് തൻ്റെ ഭാര്യയുടെ എന്താണെന്നാണ് പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം ശിരസ്സ്. 44 ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് എന്ത്? ഉത്തരം സഭ. 45 ശരീരത്തിൻ്റെ രക്ഷകൻ ആർ? ഉത്തരം ക്രിസ്തു. 46 ഭാര്യമാർ ആർക്ക് വിധേയരായിരിക്കാനാണ് പൗലോസ്ലിഹായുടെ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം ഭർത്താക്കന്മാർക്ക്. 47 ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ ഡാഷ് ചെയ്തു. പൂരിപ്പിക്കുക. ഉത്തരം സമർപ്പിക്കുകയും. 48 ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുന്നതിന് എന്തുകൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി? ഉത്തരം ജലം കൊണ്ട്. 49 ക്രിസ്തു സഭയെ എന്തിനാൽ വെണ്മയുള്ളതാക്കി? ഉത്തരം വചനത്താൽ.
50 സഭയെ കറയോ ചുളിവോ മറ്റെന്തും ഇല്ലാതെ തനിക്ക് തന്നെ ക്രിസ്തു സഭയെ വിശുദ്ധീകരിച്ചത്. ഉത്തരം കുറവുകളോ. 51 അവൾ കളങ്കരഹിതയും മറ്റെന്തുമായിരിക്കുന്നതിനാണ് ക്രിസ്തു സഭയെ വിശുദ്ധീകരിച്ചത്. ഉത്തരം പരിശുദ്ധയും. 52 ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെയാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്? ഉത്തരം തന്നെ തന്നെ. 53 ആരും ഒരിക്കലും സ്വന്തം ഡാഷ് വെറുക്കുന്നില്ലല്ലോ. ഉത്തരം ശരീരത്തെ. 54 ക്രിസ്തു സഭയെ പരിപോഷിപ്പിക്കുകയും മറ്റെന്തും ചെയ്യുന്നതിനെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഉത്തരം പരിപാലിക്കുകയും. 55 ക്രിസ്തു സഭയെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പോലെ ആര് എന്തു ചെയ്യണമെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം ഭർത്താവ് ഭാര്യയെ. 56 പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ആരോട് ചേരുമെന്നാണ് 5-ാം അധ്യായം 31-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം ഭാര്യയോട്. 57 നാം ക്രിസ്തുവിൻ്റെ എന്താണ്? ഉത്തരം അവയവങ്ങൾ. 58 ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഡാഷ് ചെയ്യും. പൂരിപ്പിക്കുക. ഉത്തരം ഒന്നാവുകയും. 59 ഇത് ഒരു വലിയ ഡാഷ് ആണ്. ഉത്തരം രഹസ്യം. 60 ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഡാഷ് സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിന് ഡാഷ് വേണം. പൂരിപ്പിക്കുക. ഒന്നാമത്തത് ഭാര്യയെ, 2 ബഹുമാനിക്കുകയും. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.